എന്താണ് SAP? SAP പഠിക്കൂ, MNCയിൽ ജോലി നേടൂ. ഇങ്ങനത്തെ അഡ്വർടൈസ്മെന്റ് എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നിട്ടും ആ ഡൗട്ട് മാറിയിട്ടില്ലല്ലേ? ഡൗട്ട് മാറ്റിയെടുക്കാം. ഒരു മാനുഫാക്ചറിങ് കമ്പനി നിങ്ങൾ ആലോചിക്കുക. ആ മാനുഫാക്ചറിങ് കമ്പനിയിൽ ഏതെല്ലാം ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും? ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്, HR, ഫിനാൻസ്, അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും. ഈ ഡിപ്പാർട്ട്മെന്റ്സ് എല്ലാം ഞങ്ങളുടെ പണിയെടുത്തോളാം, വേറെ ആരും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ കയറി ഇടപെടണ്ട എന്ന് പറഞ്ഞാലോ അവിടുത്തെ പണി വല്ലതും നടക്കുമോ? ഒന്നും പ്രോപ്പറായിട്ട് നടക്കില്ല അല്ലേ? ഇനിയും ഡൗട്ട് ഉണ്ടല്ലേ? ഒന്നും കൂടി വിശദീകരിക്കാം. എക്സാമ്പിളായിട്ട് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റും എടുക്കാം. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റുകാർ ഒരു ഡേറ്റ് ഇപ്പോൾ പറയുവാണെങ്കിൽ 20-ാം തീയതി എന്ന് പറയാം. 20-ാം തീയതിക്ക് അവർക്ക് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യണം. ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ആ വെയർഹൗസിൽ എന്തെല്ലാം സാധനങ്ങൾ വേണം? റോ മെറ്റീരിയൽസ് വേണം. റോ മെറ്റീരിയൽസ് വാങ്ങിക്കുന്ന ആരാ? പർച്ചേസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റുകാർ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റുകാരെ അറിയിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എന്നാലല്ലേ അത് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുത്ത് പുറത്തേക്ക് വിടാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ഒരു കോർഡിനേഷൻ ആവശ്യമാണ്. ഞങ്ങളുടെ കാര്യം മാത്രം ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യം നടക്കുമോ? ഇല്ല. കുറച്ച് എംപ്ലോയീസ് ഉള്ള ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അവർക്ക് മ്യൂച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ കുറേ എംപ്ലോയീസ് ഉള്ളവരാണെങ്കിലോ അവിടെ അത് ബുദ്ധിമുട്ടാണ്. അപ്പോഴാണ് ഡിജിറ്റൽ കോർഡിനേഷൻ്റെ ആവശ്യം വരുന്നത്. ഡിജിറ്റൽ കോർഡിനേഷൻ ചെയ്യാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ERP സോഫ്റ്റ്വെയർ. ഈ ERP സോഫ്റ്റ്വെയറിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് SAP. ഇപ്പോൾ SAP എന്താണെന്ന് മനസ്സിലായോ? ഇനി അടുത്ത ഡൗട്ട്, SAP കൊമേഴ്സുകാർക്ക് മാത്രമാണോ പഠിക്കാൻ പറ്റുന്നതെന്ന്? നിങ്ങൾക്കില്ലേ ആ ഡൗട്ട്? പക്ഷേ അതിൻ്റെ ഉത്തരം അല്ല എന്നാണ്. SAPയിലെ ഒരേ ഒരു മൊഡ്യൂൾ മാത്രമാണ് കൊമേഴ്സ് ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്, അതായത് അക്കൗണ്ട്സ് ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. എഞ്ചിനീയറിംഗ്, IT, മാനേജ്മെൻറ്റ്, കൊമേഴ്സ്, ഈ 4 സ്ട്രീമിൽ നിന്ന് നിങ്ങൾ പോസ്റ്റ് ഗ്രാജുവേഷനോ കഴിഞ്ഞതാണെങ്കിൽ നിങ്ങൾക്ക് SAP ഈസി ആയിട്ട് പഠിക്കാം. അങ്ങനെ നിങ്ങൾക്ക് MNCയിൽ ജോലി ചെയ്യാനും സാധിക്കും ആസ് എ SAP സർട്ടിഫൈഡ് കൺസൾട്ടൻറ്റ്. ഇനി ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് നോക്കാം. IT സ്റ്റുഡൻസ് ആണ്, അതായത് BTech, CS, IT, ECE, MCA, MSc. ഇതിലാണ് നിങ്ങളുടെ ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് സ്യൂട്ട് ചെയ്യുന്നത് ടെക്നിക്കൽ മൊഡ്യൂൾ ആയിരിക്കും, അതായത് ABAP മൊഡ്യൂൾ. അടുത്ത സ്ട്രീം എഞ്ചിനീയറിംഗ് ആണ്. BTech അല്ലെങ്കിൽ ഡിപ്ലോമയാണ് നിങ്ങൾ പഠിച്ചേക്കുന്നതെങ്കിൽ നോൺ ടെക്നിക്കൽ മൊഡ്യൂൾസ്, അതായത് ഫംഗ്ഷണൽ മൊഡ്യൂൾ ആയിരിക്കും നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. നിങ്ങൾ ഏത് സ്ട്രീമാണോ ചൂസ് ചെയ്തേക്കുന്നത് അതനുസരിച്ചാണ് ഫംഗ്ഷണൽ മൊഡ്യൂൾ നിങ്ങൾ എടുക്കേണ്ടത്. എക്സാമ്പിൾ പറയാം, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് നിങ്ങൾ പഠിച്ചേക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി പഠിക്കാൻ എളുപ്പം പ്രൊഡക്ഷൻ മാനേജ്മെന്റ് അല്ലെങ്കിൽ മെറ്റീരിയൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന SAP മൊഡ്യൂൾസ് ആയിരിക്കും. അടുത്തതായി കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന സ്റ്റുഡൻസിന്റെ കാര്യം. BCom, MCom, CA, CMA, ACCA. ഇതാണ് നിങ്ങൾ പഠിച്ചേക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള മൊഡ്യൂളാണ് FI മൊഡ്യൂൾ. SAPയുടെ കിങ് എന്നാണ് FI മൊഡ്യൂളിനെ അറിയപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസും അതുപോലെ തന്നെ എല്ലാ ഓർഗനൈസേഷനിലും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു മൊഡ്യൂളാണ് FI മൊഡ്യൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ലാസ്റ്റായിട്ട് മാനേജ്മെന്റ് സ്റ്റുഡൻസ്, MBA, BBA ആണ് നിങ്ങൾ കഴിഞ്ഞേക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് നിങ്ങൾ ഏതിലാണോ സ്പെഷ്യലൈസേഷൻ എടുത്തേക്കുന്നത് അതിൻ്റെ ബേസിലാണ്. സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഇങ്ങനെയുള്ള മൊഡ്യൂൾസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അത് നിങ്ങളുടെ സ്പെഷ്യലൈസേഷൻ്റെ ബേസിലായിരിക്കും. MBAക്കാർക്ക് FI മൊഡ്യൂളും ചൂസ് ചെയ്യാവുന്നതാണ്. ഡിഗ്രിയിൽ അവർ BCom ആണ് പഠിച്ചേക്കുന്നതെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. എന്താണ് SAP എൻഡ് യൂസർ അല്ലെങ്കിൽ പവർ യൂസർ പ്രോഗ്രാം? തുടക്കക്കാർക്കൊക്കെ SAPയിൽ ജോലി വേണം, SAP യൂസ് ചെയ്യണം എങ്കിൽ അവർക്ക് പറ്റുന്ന ഒരു ഓപ്ഷനാണ് എൻഡ് യൂസർ അല്ലെങ്കിൽ പവർ യൂസർ പ്രോഗ്രാം. ഇവിടെ നമ്മൾ പഠിക്കുന്നത് SAP ഇംപ്ലിമെന്റേഷനോ കസ്റ്റമൈസേഷനോ അല്ല, മറിച്ച് SAP യൂസ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനിൽ എങ്ങനെയാണ് പോസ്റ്റിംഗ് നടത്തുന്നത്, എൻഡ് യൂസറായിട്ട് എങ്ങനെ വർക്ക് ചെയ്യാം, ഇതാണ് ഇവരുടെ റോള്. 2023 മുതൽ എൻഡ് യൂസർ അല്ലെങ്കിൽ പവർ യൂസർ പ്രോഗ്രാമിന് കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത്, 2023 മുതൽ എൻഡ് യൂസർ അല്ലെങ്കിൽ പവർ യൂസർ പ്രോഗ്രാം അറിയപ്പെടുന്നത് SAP ലേണിംഗ് ഹബ് ബിസിനസ് എഡിഷൻ എന്നുള്ള പേരിലാണ്. രണ്ടാമതായി, SAP എൻഡ് യൂസർ അല്ലെങ്കിൽ പവർ യൂസർ പ്രോഗ്രാമിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് 4 മൊഡ്യൂൾസ് ആണ്: FICO, SD, MM, PP. ലേണിംഗ് ഹബ് ബിസിനസ് എഡിഷൻ്റെ ചേഞ്ച് വന്നതിന് ശേഷം 1000-ലധികം മൊഡ്യൂൾസ് SAP നമുക്കായി തുറന്നിട്ടുണ്ട്. ഇതുവരെയുള്ള SAP ഉപയോഗം ECC വേർഷനിലായിരുന്നു. ERP കൺട്രോൾ കോമ്പോണന്റ്, അതാണ് ECC. ലേണിംഗ് ഹബിലേക്ക് വന്നതിന് ശേഷം, അതായത് ലേണിംഗ് ഹബ് ബിസിനസ് എഡിഷനിലേക്ക് വന്നതിന് ശേഷം S/4HANAയിലാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത്. അടുത്ത ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ SAP ലേണിംഗ് ഹബ് ബിസിനസ് എഡിഷനിൽ ഡിജിറ്റൽ ലേണിംഗ് ആണ് നമുക്ക് ലഭിക്കുന്നത്.